ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല സൂപ്പർ സോഫ്റ്റായ ഗുലാബ് ജാമുൻ ഇൻസ്റ്റൻ്റായി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ റെഡിമെയ്ഡ് പാക്കറ്റ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാലിൽ വേണം ഇത് കുഴച്ചെടുക്കാം. പാലില്ലെങ്കിൽ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതിയാവും. എന്നാലും പാലിൽ കുഴച്ചെടുത്താലാണ് നല്ല പെർഫെക്റ്റായി കിട്ടുക. അപ്പോൾ ഇത് പാലൊഴിച്ചിട്ട് നന്നായി ഇതേപോലെ നല്ല സ്മൂത്താക്കി എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം കൈകൊണ്ട് നന്നായി അമർത്തി കുഴച്ചിട്ട് ഇത് നല്ല സ്മൂത്തായൊരു ഡോ റെഡിയാക്കി എടുക്കണം, ക്രാക്സ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി സ്മൂത്തായ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കാം. അധികം സമയം വെച്ചിരിക്കരുത്, ഇത് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നല്ല സ്മൂത്തായ ബോൾസ് റെഡിയാക്കി എടുക്കണം, ക്രാക്സ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, ഫ്ലേവർ കിട്ടാൻ വേണ്ടി. മറ്റൊരടുപ്പിൽ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗുലാബ് ജാമുൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ ഉള്ളിലുള്ള നന്നായി വെന്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോവും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവകാശം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് സൈഡിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു നൂൽ പരുവൊന്നും ആണെന്നില്ല, നല്ലൊരു മധുരം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻസ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു കോഫി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ നമ്മൾ ഓയിലിൽ ഇത് മുങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം ക്രാക്സ് ആയിപ്പോവും. അപ്പോൾ ചീനച്ചട്ടി വെച്ച് നന്നായൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാ ഭാഗവും നന്നായൊന്ന് ഓയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ക്രാക്സ് വരില്ല. അപ്പോൾ ഗുലാബ് ജാമുൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, ചൂടോടെ ഇട്ട് കൊടുക്കരുത്. ഷുഗർ സിറപ്പിന് കുറച്ചൊരു ലൈറ്റ് ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായി അബ്സോർബ് ചെയ്തോളും ഗുലാബ് ജാമുൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് 1 മണിക്കൂറിന് ശേഷം ഷുഗർ സിറപ്പൊക്കെ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഗുലാബ് ജാമുൻസ് നല്ല സോഫ്റ്റാണ്, അപ്പോൾ നല്ല ഒട്ടും തന്നെ ക്രാക്സ് ഒന്നും വന്നിട്ടില്ല, നന്നായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, ഉള്ളിലുള്ള നന്നായി ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, നല്ല സോഫ്റ്റാണ്.